മാർക്കോ സിനിമ കണ്ടിട്ട് വരികയാണ്. ഈ സിനിമയിലെ മാർക്കോ ക്യാരക്ടർ എങ്ങനെയായിരുന്നു എന്ന് വെച്ചാൽ, ഇങ്ങനെ ഇറച്ചിക്കാരൻ കാദർബായിനെ പോലെയാണ് ഉണ്ണി മുകുന്ദൻ്റെ മാർക്കോ ക്യാരക്ടർ ഈ സിനിമയിലുള്ളത്. ഈ സിനിമയ്ക്ക് എ സർട്ടിഫിക്കറ്റ് ആണ് കിട്ടിയിരിക്കുന്നത്. അഡൽട്ട് കണ്ടന്റ്. അഡൽട്ട് കണ്ടന്റ് എന്ന് വെച്ചാൽ ഇപ്പം നിങ്ങൾ കണ്ടതല്ല, ഇതിനു മുമ്പൊരു സാധനം ഞാൻ കാണിച്ചില്ലേ, അതാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. വയലൻസ് ആണ്, ഫുൾ വയലൻസ്. വെട്ടും കുത്തും, അതേപോലെ കടിച്ചു പറിയും, മെഷീനിൽ കട്ടിങ്ങും. അതുമാത്രമല്ല, അതൊക്കെ ട്രെയിലറിൽ നമ്മളൊരു ജസ്റ്റ് കണ്ടു എന്നേ ഉള്ളൂ. സിനിമയിൽ നിങ്ങളിപ്പോൾ ആദ്യം ഞാനൊരു സംഭവം കാണിച്ചില്ലേ, അതിൽ പോലെ അനിമല്, കില്ല്, ഈ സിനിമകളൊന്നുമല്ല മാർക്കോ. ഇത് വല്ലാത്തൊരു വയലൻസ് സിനിമയാണ് കേട്ടോ. പ്രൊഡ്യൂസർ ഷെരീഫ് മുഹമ്മദ് പറഞ്ഞത് മലയാളത്തിൽ ഇങ്ങനെയൊരു ഇതിനു മുമ്പ് ഇറങ്ങിയതിനേക്കാൾ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ഒരു വയലൻസ് സിനിമയായിട്ടാണ് ഇത് ഇറക്കുന്നത് എന്നാണ്. അത് തെറ്റാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. കാരണം മലയാളത്തിൽ മാത്രമല്ല, ഇന്ത്യയിൽ മുഴുവൻ നോക്കിയാലും ഇങ്ങനൊരു വയലൻസ് സിനിമ ഇറങ്ങിയിട്ടില്ല. ഒന്നും പറയാനില്ല പ്രിയപ്പെട്ടവരെ, ആകെ തരിച്ചു പോയി. അവസാനം വരെ തരിച്ചു പോയി. തിയേറ്ററിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് വരെയും ആ തരിപ്പ് മാറുന്നില്ല. ശരിക്ക് പറഞ്ഞാൽ ഈ സിനിമ 18 വയസ്സിന് താഴെയുള്ളവർ കാണരുത് എന്ന് നമ്മൾ ഫോണിൽ ബുക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ കാണാം. പക്ഷേ അതിന് വയസ്സ് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റൊക്കെ കൊണ്ടുപോയാലേ സിനിമാ തിയേറ്ററിൽ പറ്റുള്ളൂ എന്നൊക്കെ അതിൽ കാണിക്കുന്നുണ്ട്. എന്നിട്ടാണ് പ്രൊസീഡ് ഓപ്ഷൻ നമ്മൾ മറ്റേ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ വേണ്ടി നോക്കുമ്പോൾ കാണുന്നത്. പക്ഷേ തിയേറ്ററിൽ 18 വയസ്സിന് താഴെയുള്ളവരാണ് ഞാൻ പോയപ്പോൾ കൂടുതലുള്ളത്. തിയേറ്ററിൽ അതിന് ഒരു റെസ്ട്രിക്ഷനൊന്നും ഇല്ല, ആർക്ക് വേണമെങ്കിലും പോയി കാണാം. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ എനിക്ക് പറയാൻ പറ്റുന്നത് 18 വയസ്സിന് താഴെയുള്ളവർ മാത്രമല്ല, മനസ്സ് ദുർബലമായവർ, ഹൃദയത്തിന് പ്രശ്നമുള്ളവരൊക്കെ ഈ സിനിമ കാണുന്നതിനോട് ഞാൻ പ്രോത്സാഹിപ്പിക്കുന്നില്ല. കാരണം അമ്മാതിരി രംഗങ്ങളാണ് ഈ സിനിമയിലുള്ളത്. ചോര 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 ചോര, ഇറച്ചി, മനുഷ്യൻ്റെ ഇറച്ചി, അങ്ങനെ ഒരു പടമാണിത്. ഇതിലെ വയലൻസ് രംഗങ്ങളൊന്നും ഞാൻ പറയുന്നില്ല, സിനിമയെ ബാധിക്കുമല്ലോ, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. കാണാൻ പോകുന്നവർ കണ്ടു കഴിഞ്ഞിട്ട് അത് മനസ്സിലായിക്കോളും. അമ്മാതിരി വയലൻസാണ്. ഇനി ഈ സിനിമയെക്കുറിച്ചുള്ള എൻ്റെ അഭിപ്രായത്തിലേക്ക് കടക്കുകയാണ്. ഉണ്ണി മുകുന്ദൻ ഈ സിനിമയിൽ പൊളിച്ചിട്ടുണ്ട്. ഉണ്ണി മുകുന്ദൻ്റെ ലൈഫ് ലോങ് ഉള്ള ക്യാരക്ടറുകൾ വെച്ച് നോക്കിയാൽ തന്നെ ഇങ്ങനെ ഒരു ക്യാരക്ടർ അദ്ദേഹത്തിന് മുമ്പ് ചെയ്തിട്ടില്ല. ഇനി ചെയ്യുമോ എന്നുള്ളത് അറിയില്ല. പിന്നെ ഒരു കാര്യം, ഈ സിനിമയുടെ അവസാനം പാർട്ട് 2 നിൽക്കുന്ന പോലെയാണ് കാണിക്കുന്നത്. ചിലപ്പോൾ ഈ സിനിമ നല്ല രീതിയിൽ വിജയിച്ചാൽ നമുക്ക് പാർട്ട് 2 എടുക്കാം എന്ന രീതിയിലായിരിക്കും അവർ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. കാരണം പാർട്ട് 2 വരും എന്നൊന്നും സ്ക്രീനിൽ കാണിക്കുന്നില്ല. പക്ഷേ അതിൻ്റെ ഒരു ലെവലിലാണ് സിനിമ പോയി നിൽക്കുന്നത്. അപ്പോൾ പാർട്ട് 2 വന്നാൽ ഇതിനേക്കാളും വയലൻസ് ആയ തിയേറ്ററിലേക്ക് എനിക്ക് തന്നെ പോകാൻ പറ്റുമോ എന്നുള്ളത് സംശയമാണ്. ഇത് തന്നെ ഒന്നും പറയാനില്ല, നിങ്ങൾ പോയി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഉണ്ണി മുകുന്ദൻ എന്തായാലും ഇതിന് നല്ല ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. ബോഡി ബിൽഡപ്പ് ആയാലും ആക്ഷൻ ആയാലും. മാർക്കോ എങ്ങനെയാണ് ഈ സിനിമയിൽ എന്ന് പറഞ്ഞാൽ, മാർക്കോയുടെ പുറകിലൊരു 10,000 അല്ലെ ഒരു 10-15 കൂട്ടാളികൾ ചേർന്നിട്ടല്ല ഫൈറ്റ്. അവിടെ മുന്നിൽ അയാളുടെ മുമ്പിൽ 100ഉം 200ഉം പേരുമാണ്. ഒറ്റയ്ക്ക് നിന്ന് അടിയാണ് കേട്ടോ. അടി പറഞ്ഞാൽ ഒന്നൊന്നര അടിയാണ്. ഇത് ഇങ്ങനെ ഒരു അടി ആരും കണ്ടിട്ടില്ല, അത് സത്യമാണ്. കാരണം ഒരു സ്റ്റെപ്പിൻ്റെ മേലെ കൂടി ഒരു അടിയുണ്ട്. സ്റ്റെപ്പിൽ എത്ര സ്പേസേ ഉള്ളൂ, അതിൽ നിന്നുകൊണ്ടുള്ള അടി എത്ര എണ്ണം വീഴണമെന്ന് ഒരു നിശ്ചയമില്ല. അമ്മാരി അടിയാണ്. ഉണ്ണി മുകുന്ദനെ ഞാൻ ഈ കാര്യത്തിൽ സമ്മതിച്ചിരിക്കുന്നു കേട്ടോ. നല്ല അയാൾ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. ആക്ഷൻ ആയാലും ശരി, മറ്റെല്ലാ കാര്യം, അയാളുടെ ആ ഒരു പെർഫോമൻസ് ബേസ് ആയാലും ശരി, എല്ലാം ഗംഭീരമാണ്, നന്നായിട്ടുണ്ട്. പക്ഷേ വയലൻസിൻ്റെ കാര്യം ഞാൻ പ്രോത്സാഹിപ്പിക്കുന്നില്ല, അത് അത്രേ എനിക്ക് പറയാൻ പറ്റുള്ളൂ.
ഉള്ളൂ. ഇനി വയലൻസ് ഇഷ്ടപ്പെടുന്നവർക്ക് ഈ സിനിമ ഒരു വലിയ വിരുന്നായിരിക്കും. കാരണം എൻ്റെ അടുത്ത സീറ്റിലിരിക്കുന്ന ആളൊക്കെ തുള്ളി ചാടിക്കൊണ്ട് ഇഷ്ടമായി പറഞ്ഞിരുന്നു. കാരണം എന്താ ചോദിച്ചപ്പോൾ നല്ല വയലൻസ് ഉണ്ട് എന്ന് ആൾ പറഞ്ഞത്. ഞാൻ പറഞ്ഞു എനിക്കിത് അത്ര പിടിക്കുന്ന കാര്യമല്ല, പക്ഷേ സിനിമ നന്നായിട്ടുണ്ട് കേട്ടോ. വയലൻസ് ഇങ്ങനെയാണെങ്കിലും ഇവരിതിൻ്റെ കണ്ടന്റ് കൊണ്ടുപോയിരിക്കുന്നതും ആ മാർക്കോ അതേപോലെ അവൻ്റെ വില്ലന്മാർ എല്ലാം സ്ട്രോങ് ആണ്. എല്ലാവരും കൂടിയുള്ള ഫൈറ്റാണ്. അതിൽ ഈ വയലൻസ് വല്ലാതെ ഉണ്ടെങ്കിലും ആ സ്ട്രോങ് ഭാഗങ്ങൾ നന്നായിട്ടുള്ളത് കൊണ്ട് അത് ഒരു അളവിന് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. എന്നാൽ അവസാനം എത്തുമ്പോഴൊക്കെ ഉള്ള വയലൻസ് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അന്തം പൊടി, ഇത് വേണമായിരുന്നോ എന്ന് തോന്നിപ്പോകും. പിന്നെ ഇതിൻ്റെ മ്യൂസിക് ഒന്നും പറയാനല്ല പ്രിയപ്പെട്ടവർ, അടിപൊളി മ്യൂസിക്കാണ്. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് പറഞ്ഞാൽ ഇതാണ് കട്ടക്കുള്ള മ്യൂസിക്. പക്ഷേ ചില സമയങ്ങളിൽ കേക്കൂ കീക്കൂ എന്നൊക്കെ ഓരോ സൗണ്ട് കയറി വരുന്നുണ്ട്. അത് ചിലർക്ക് ഇഷ്ടപ്പെടാം, പക്ഷെ എന്നാലും ഒരു ഇത്. പക്ഷേ ഈ സിനിമയുടെ ആ ഒരു സിറ്റുവേഷൻ, അതിൻ്റെ ഒരു അവസ്ഥ, ഈ സിനിമയുടെ സ്വഭാവം വെച്ച് നോക്കുമ്പോൾ ആ മ്യൂസിക് കറക്റ്റാണ്. മ്യൂസിക് നന്നായി ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ എഡിറ്റിംഗ് വർക്ക് ഷമീർ മുഹമ്മദ് ഗംഭീര എഡിറ്റിംഗ് ആട്ടോ ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ ഞാൻ ആദ്യം പറഞ്ഞ മ്യൂസിക്കിൻ്റെ കാര്യം രവി ബസ്രൂറാണ് ചെയ്തിരിക്കുന്നത്. അങ്ങേർക്കും അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്, അതേപോലെ ഷമീർ മുഹമ്മദിന്. പിന്നെ ഇതിൻ്റെ ക്രിയേറ്റർ എന്ന നിലയ്ക്ക് ഡയറക്ടറും റൈറ്ററുമായ ഹനീഫ് അദേനി ചോര കൊണ്ടുള്ള ഒരു സാമ്രാജ്യം തന്നെ സൃഷ്ടിച്ചിരിക്കുകയാണ് ഈ സിനിമയിൽ. അങ്ങേര് നല്ല രീതിയിൽ തന്നെ ഇതിൽ വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഈ സിനിമ എങ്ങനെയായിരുന്നു എന്ന് വെച്ചാൽ ഫുൾ ആക്ഷൻ ആൻഡ് ഹൈ ലെവൽ വയലേഷൻ ഉള്ള സിനിമയാണ്. അപ്പോൾ എനിക്ക് ആക്ഷൻ രംഗങ്ങളൊക്കെ നന്നായി ഇഷ്ടപ്പെട്ടു. മാർക്കോയുടെ ആ ഒരു സ്ട്രോങ് പവർ ഇഷ്ടപ്പെട്ടു. പിന്നെ അതേപോലെ സിനിമയിലെ ജഗദീഷിൻ്റെ ക്യാരക്ടർ, സിദ്ദീഖിൻ്റെ ക്യാരക്ടർ, അവർക്കൊക്കെ തന്നെ സ്ട്രോങ് കണ്ടൻ്റാണ്. പിന്നെ ഇതിൽ വിക്ടർ എന്നൊരു ക്യാരക്ടർ അഭിനയിച്ചിട്ടുണ്ട്. അയാളുടെ പേരെന്താണെന്ന് എനിക്കറിയില്ല, വിക്ടർ എന്നാണ് ക്യാരക്ടർ നെയിം. അതും നന്നായിട്ടുണ്ട്. അയാൾക്ക് കൊടുത്തിരിക്കുന്ന വേഷം ബ്ലൈൻഡ് എന്ന നിലയ്ക്ക് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞ പോലെ ഇത്രയും വയലൻസ് ഉള്ള സിനിമ കാണാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് എന്തായാലും ഈ സിനിമ യോജിക്കില്ല. അതുകൊണ്ട് മറ്റുള്ളവരുടെ അഭിപ്രായമൊക്കെ കേട്ടിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ പോവുക. വീണ്ടും മറ്റൊരു വീഡിയോയുമായി ഞങ്ങൾ വരുന്നത് വരെ ഫ്ലേമിംഗ് തിങ്സിൽ നിന്ന് ബൈ.